പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 24-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി നാം ഏവരും ആയിരിക്കുന്നിടങ്ങളിൽ ആരോഗ്യത്തോടും അനുഗ്രഹത്തോടും സർവശക്തനായ ദൈവം ഏവരെയും പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 20 നാം ഇപ്രകാരം വായിക്കുന്നു: ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ഈ കാലഘട്ടം ആഗമനത്തിന്റെ ദിനങ്ങളാണല്ലോ. പ്രത്യേകിച്ച് ഇന്ന് രാവ് എന്ന് പറയുന്നത് ക്രൈസ്തവ ലോക ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് പുറകിലായി മാനവലോകത്തിന്റെ പാപ പരിഹാരം എന്നേക്കുമായി തുടച്ചു മാറ്റി ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയ മനുഷ്യനെ ആ ദൈവിക സംസർഗത്തിലേക്ക് മടക്കി വരുത്തുവാൻ പിതാവാം ദൈവം തന്റെ ഓമന കുമാരനായ പുത്രൻ തമ്പുരാനെ ജഡം ധരിപ്പിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച ആ നല്ല ദിനത്തെ സ്മരിക്കുന്ന ദിനരാത്രങ്ങളാണ്. ഇതിനോടനുബന്ധിച്ച് നാം ധാരാളം കാര്യങ്ങൾ ചിന്തിക്കാറും പങ്കിടാറുമുണ്ട്. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ യേശുവിന് ഈ ഭൂമിയിൽ ഒരു പിതാവ് എന്നുള്ള നിലയിൽ പേര് ചാർത്തപ്പെട്ട യോസഫിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ യോസഫ് ചിന്തിച്ചിരിക്കുമ്പോൾ എങ്ങനെ? വിശുദ്ധ വചനം പറയുന്നു, യോസഫ് നീതിമാനാണ്. അതുകൊണ്ട് തന്റെ ഭാര്യയാകാൻ പോകുന്ന മറിയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ലോക അപവാദത്തിലേക്ക് തള്ളിയിടാതെ ഗൂഢമായി രഹസ്യമായി ആരും അറിയാതെ ഉപേക്ഷിക്കാം എന്ന് പറയുമ്പോൾ നമുക്കതിനെ പല വിധത്തിൽ ചിന്തിക്കാം. വിവാഹം മാറിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, ഇപ്പോൾ അതിനുള്ള സാഹചര്യം ആയിട്ടില്ല, ഇങ്ങനെ വിവിധ കാരണങ്ങൾ അതിന് പിന്നിൽ പറയാം. എങ്കിൽ പോലും ഈ സ്ത്രീ ഗർഭിണിയാണ്. അത് ലോക അപവാദത്തിന് കാരണമാകും. അതിന് വഴിതെളിക്കുവാൻ പാടില്ല. അങ്ങനെ താൻ ചിന്തിച്ചിരിക്കുമ്പോൾ ഇതാ സ്വപ്നത്തിൽ ദൂതൻ യോസഫിന് പ്രത്യക്ഷനായി തന്റെ ചിന്തകൾ തെറ്റാണ് എന്നും തന്റെ ചിന്തയനുസരിച്ച് മുൻപോട്ട് പോകരുതേ എന്നും പകരം നീ അവളെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് യോസഫെ, നീ ഒരു സാധാരണ മനുഷ്യനായി ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ നിന്റെ ചിന്ത ശരിയാണ്. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു. എന്നാൽ നിങ്ങൾ കൂടി വരുന്നതിന് മുൻപ് തന്നെ, നിങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അവൾ ഗർഭിണിയായി എന്നത് നിശ്ചയമായും ഒരു പുരുഷനും ലോകവും അംഗീകരിക്കുന്നതല്ല. ആകയാൽ നിന്റെ നല്ല മനസ്സൊക്കെ കൊള്ളാം,
പക്ഷേ നീ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. നാം താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നത് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞ പ്രവചനം യോസഫെ നിവൃത്തിയാവുകയാണ്. നീ അതുകൊണ്ട് അവളെ ചേർത്തുകൊള്ളുക. അതെ, അവളിൽ നിന്ന് ജനിക്കുന്ന പൈതലിന് യേശു എന്ന് പേരിടണം. ദൂതൻ എന്തൊക്കെ യോസഫിനോട് പറഞ്ഞുവോ അക്ഷരം പ്രതി യോസഫ് അനുസരിച്ചതായി മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിച്ചു തീരുമ്പോൾ വ്യക്തമാകുന്നു. ഇന്നത്തെ ഈ വാക്യത്തിൽ കൂടി പരിശുദ്ധാത്മാവിന് ജീവജലത്തിൽ കൂടി നമ്മളോട് പറയുവാനുള്ളത്, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ലോകപ്രകാരം ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതാണ് ശരി, ഇങ്ങനെയാണിത്, ഇതിങ്ങനെ അവസാനിക്കുകയുള്ളൂ, ഇനിയും അതിനപ്പുറത്ത് മറ്റൊന്നില്ല. അങ്ങനെ നാം ചിന്തിച്ചിട്ട് ഒരു കൺക്ലൂഷനിലെത്തും. പക്ഷേ അതെത്രയോ മൗഢ്യമായ, വിഡ്ഢിത്തരമായ, ഭോഷത്തരമായ ചിന്തയായിരുന്നുവെന്ന് ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യോസഫിനോട് പറഞ്ഞപ്പോഴാണ് യോസഫിന് അത് ബോധ്യമായത്. അങ്ങനെയെങ്കിൽ ഈ ഡിസംബർ മാസം 24-ാം തീയതി അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജീവിതത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ നാം നേരിടുന്ന ചില പ്രയാസങ്ങളുണ്ട്, ചില വേദനകളുണ്ട്, നിന്ദകളുണ്ട്, പഴികളുണ്ട്, പരിഹാസങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുണ്ട്. ഇവിടെയൊക്കെ നാം ചില കൺക്ലൂഷനിൽ എത്തും. നമ്മൾ ചില തീരുമാനങ്ങൾ അങ്ങ് എടുക്കും. ഇതിങ്ങനെയാണ്, എനിക്ക് വന്നിരിക്കുന്ന ഈ രോഗം ഇനി പോവുകയില്ല, ഇത് എന്നെ കൊണ്ടേ പോവുകയുള്ളൂ, എന്റെ ജീവിതം നശിച്ചു, ഞാൻ എഴുതിയ പരീക്ഷ ഇതുവരെ ജയിച്ചില്ല, ഇനിയൊട്ട് ഞാൻ ജയിക്കാനും പോകുന്നില്ല, എനിക്ക് ഇത്ര പ്രായമായി, ഇതുവരെ വിവാഹം നടന്നില്ല, ഇനി നടക്കുമോ, ഇനി ദൈവം വിചാരിച്ചാൽ പോലും നടക്കുകയില്ല. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ഇത്ര വർഷങ്ങളായി, തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷെ ഇതുവരെ ഇല്ല, ഇനിയും ദൈവം പോലും കൈയൊഴിഞ്ഞു. ഒരു ഭവനത്തിന് പണി ആഗ്രഹിച്ചു തുടങ്ങി, തടസ്സങ്ങൾ തടസ്സങ്ങൾ തടസ്സങ്ങൾ, ഇനി അത് എന്ന് പൂർത്തിയാകും, എങ്ങനെ ഇത് പൂർത്തിയാക്കും? വിദേശത്ത് പോകുവാൻ എല്ലാ ക്രമീകരണവും ചെയ്തു, നേരിയ ഒരു ചെറിയ കാര്യത്താൽ തടസ്സപ്പെട്ടു, ഇനിയും അത് നടക്കുമോ? ഇങ്ങനെയുള്ള ആകുല ചിന്തകളാൽ എല്ലാം ഇനിയും നിരാശയുടെ കണ്ണിൽ കൂടെ മാത്രം കാണുന്ന, സ്വയം പഴിച്ചും സ്വയം ശപിച്ചും ഞാനൊരു ഭാരമാണ്, ഞാനൊരു വേദനയാണ്, എന്റെ കാര്യം ഇങ്ങനെയാണ് എന്ന് സ്വയം പഴിച്ചു കഴിയുന്ന ആരെങ്കിലും ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ, സഹോദര, സഹോദരി, പ്രിയ യുവജന സുഹൃത്തുക്കളെ, നമ്മുടെ ചിന്തകൾ മാറണം. ഈ ക്രിസ്മസിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആലോചന ഏതാണ്? നമ്മുടെ ചിന്തകൾ ലോകപരമാണ്, ജഡീകമാണ്. നമ്മുടെ ബുദ്ധിക്കുള്ളിൽ നിന്ന് ചിന്തിക്കുന്ന വെറും മാനുഷിക ചിന്തകൾ മാത്രമാണ്. ഹല്ലേലൂയ. എന്നാൽ യോസഫിന്റെ മാനുഷിക ലോകപരമായ ചിന്തകളെ തകിടം മറിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം യോസഫിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ആ മറിയെ ചേർത്തുകൊണ്ട്, ഹല്ലേലൂയ, യേശു എന്ന പൈതലിന് പേരിട്ട് ത്യാഗോജ്ജലമായ ജീവിതത്തിന് നന്ദി കുറിക്കുവാൻ ഇടയായിത്തീർന്നു. നിരാശയുടെയും സങ്കടത്തിന്റെയും കണ്ണുനീരിന്റെയും രോഗത്തിന്റെയും വിഷമതകളുടെയും മധ്യേ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ,
നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ എടുത്തു കളയുക, എന്നേക്കുമായി മാറ്റിക്കളയുക. ഈ രോഗം നിശ്ചയമായും എന്നിൽ നിന്നും മാറിപ്പോകും. ഞാൻ പൂർണ്ണ വിടുതൽ ഉണ്ടാകും. ഞാൻ നേരിടുന്ന സാമ്പത്തിക ബാധ്യതകൾ മാറും. നിയമക്കുരുക്കുകൾ മാറും. എന്റെ കുഞ്ഞുങ്ങൾ ജയിക്കും. അവർ വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന സ്ഥാപനങ്ങളിൽ ഉയർന്ന തസ്തികകളിൽ അനുഗ്രഹത്തോടെ ജോലി ചെയ്യും. അവരുടെ ഭാവി ഉന്നതമായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകും. തലമുറയെ നൽകും. വിദ്യാഭ്യാസം നൽകും. ജോലിക്കയറ്റം നൽകും. ഭവനമണി പൂർത്തീകരിക്കും. ഹല്ലേലൂയ. എന്റെ ആത്മീയ ശുശ്രൂഷ വളരും, ഉയരും. എന്നെ നിന്ദിച്ചവരുടെ മുമ്പാകെ തമ്പുരാൻ എന്നെ ഉയർത്തും എന്നിങ്ങനെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രഭാതത്തിൽ നാം ഉറക്കെ പറയുക. നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി പറയുക. മാനുഷികമായി ചിന്തിച്ച് ഒരു ബൗദ്ധിക തീരുമാനത്തിൽ എത്തരുത്. ദൈവത്തോട് ആലോചന ചോദിക്കുക. തമ്പുരാൻ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ട വഴികളെ തുറക്കും. ഗൂഗിളിനോടും കൂട്ടുകാരോടും ദൈവമില്ലാത്തവരോടും, ഹല്ലേലൂയ, ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്തവരോടും ആലോചന ചോദിച്ച് ഉപദേശം തേടി നിങ്ങളുടെ ജീവിതം ഹോമിച്ച് കളയരുത്. ദൈവത്തോട് ചോദിച്ചാൽ യോസേഫിനെ വഴി നടത്തിയ കർത്താവിന്റെ രണ്ടാം വരവ് വരെ യോസേഫിനെ നീതിമാനെന്ന് ലോകം വാഴ്ത്തത്തക്കവണ്ണം ധന്യമായ ജീവിതത്തിനുടമയായതുപോലെ എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ച് കർത്താവിന്റെ വരവ് വരെ നമ്മുടെ തലമുറയെ മാനിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ ക്രിസ്മസ് ഒരു പുതുക്കത്തിന്റെ, നവചിന്തയുടെ, പുതിയ തീരുമാനത്തിന്റെ, ഒരു മടങ്ങിവരവിന്റെ ദിനരാത്രങ്ങളായി തീരട്ടെ. ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ച് ഇത് മാത്രമാണ് ശരിയെന്ന് കരുതുന്ന നമ്മുടെ മൂഢത്തരം മാറ്റിയിട്ട് ദൈവിക ആലോചനയ്ക്ക് ഇടം കൊടുക്കുമ്പോൾ സഹോദര, സഹോദരി, നീ കരയുകയില്ല, നിരാശപ്പെടുകയില്ല, തളരുകയില്ല. ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, എന്താണെന്ന് ഞാൻ അറിയുന്നില്ല, നിങ്ങളെ അറിയുന്ന, നമ്മെ അറിയുന്ന, നമ്മുടെ അവസ്ഥയെ അറിയുന്ന സ്വർഗത്തിലെ ദൈവം അതിന്മേൽ പുതിയ ആലോചന തരും, വിടുതൽ തരും. എങ്ങനെ എവിടെ എത്തിക്കുമെന്ന് തമ്പുരാൻ നമുക്ക് നല്ല ആലോചനക്കാരനായി കൂടെ ഇരുന്ന് ഹല്ലേലൂയ വഴി നടത്തും. അതുകൊണ്ട് യോസഫിനോട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ പറയുകയാണ്, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ, എന്നോട് കൂടെ, നിങ്ങളോട് കൂടെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സകല അവസ്ഥയോടും കൂടെ. ഈ വെളിപ്പാട് യോസഫിന് ബോധ്യമായപ്പോൾ യോസഫിന്റെ ചിന്ത അതിൽ കുത്തിക്കലർത്തിയില്ല. നമ്മുടെയൊക്കെ വേദനയുടെയും നിരാശയുടെയും പരാജയത്തിന്റെ കാരണം എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കും, ഉപവസിക്കും, ആലോചനകളൊക്കെ കേൾക്കും. പക്ഷേ ദൈവത്തിന്റെ ആലോചന പകുതി കേൾക്കും, നമ്മുടെ ആലോചന പകുതി അതിനകത്തിൽ മിക്സ് ചെയ്യും. അവസാനം ദൈവത്തിൻ്റെതുമില്ല, നമ്മുടേതുമില്ല. ആകമാനം വിഷമസന്ധിയിലായി നടു റോഡിൽ നിന്ന് നട്ടം തിരിയുക. യോസഫിനെ കണ്ടുപഠിക്കുക. തന്റെ ചിന്തകളെ മുഴുവനും എന്നേക്കുമായി ഉപേക്ഷിച്ച് തനിക്ക് വെളിപ്പെട്ട ആലോചന പരിപൂർണമായി ഉൾക്കൊണ്ട് അതുപോലെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുവാനിടയായി. ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ദൈവമൈതലേ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയ്ക്കും മാറ്റം തരുവാൻ കർത്താവിന് കഴിയും. ആ കർത്താവ് നിങ്ങളെ വിടുവിക്കട്ടെ, ആശ്വാസം തരട്ടെ, സൗഖ്യം തരട്ടെ, പ്രതികൂലങ്ങളെ അനുകൂലമാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, ക്രിസ്തുമസിന്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ട് അനേകരിലേക്ക് യേശുവിനെ കൊടുക്കുവാൻ
സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാലിക്കൂട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി ജാതം ചെയ്ത മാനവലോകത്തിന്റെ പാപപരിഹാരത്തിനായി ദൈവിക പദ്ധതി പ്രകാരം ഈ ഭൂമിയിലേക്ക് വന്ന ഞങ്ങളുടെ രക്ഷകനായ കർത്താവേ, 2024 ക്രിസ്മസ് കാലയളവിൽ ആഘോഷങ്ങളിൽ ഒതുങ്ങിപ്പോകാതെ ഞങ്ങളുടെ ചിന്തകളിലും ഞങ്ങളുടെ തീരുമാനങ്ങളിലും മാത്രം നിലകൊള്ളാതെ ദൈവിക ആലോചനയ്ക്ക് ചെവി കൊടുക്കുവാൻ, അവിടുന്ന് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം യോസഫിന്റെ ജീവിതത്തിൽ കൂടി ഞങ്ങൾക്ക് നൽകിയ ഗുണപാഠത്തിനായി സ്തോത്രം. പല അവസ്ഥയിൽ കൂടെ പോകുന്നവർ ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്നുണ്ട്. അവരുടെ വേദന, അവരുടെ അവസ്ഥ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. അപ്പൻ അവരോട് ഇടപെടണമേ, സംസാരിക്കണമേ. നിങ്ങൾ ചിന്തിച്ചതല്ല ശരി, അതിനപ്പുറത്ത് ഒരു ഹെവൻലി ഡിവൈൻ ചിന്തയുണ്ടെന്ന് അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് പുത്തൻ ആലോചന നൽകണമേ. ആലോചന സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ധന്യമായ ജീവിതത്തിന്റെ ഉടമകളാകുവാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, യോസെഫ് കരുതിയിരുന്നത് ഞാൻ ചെയ്യുന്നതാണ് ശരി, അവളെ ഞാൻ രക്ഷപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകൾ ഈ നിലയിൽ ഒതുങ്ങുമ്പോൾ യോസെഫ് ഇന്ന് എവിടെ നിൽക്കുന്നു? മറിയ ഇന്ന് എവിടെ നിൽക്കുന്നു? അതെ, സ്ത്രീകളിൽ ഭാഗ്യവതിയായി മാറി. എലിസബത്ത് വാഴ്ത്തിപ്പാടി, എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? ആ നിലയിലേക്ക് ഉയർത്തപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ. നമ്മളെക്കുറിച്ച് നാം കരുതി തീരുമാനിച്ചു വെച്ചിരിക്കുന്നതല്ല ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. ഏത് ഞാനും നിങ്ങളും സ്വീകരിക്കും, ഏത് ഉൾക്കൊള്ളും. ആകയാൽ നമ്മുടെ ചിന്തകളും ഡിസിഷൻസും ഒക്കെ മാറ്റിവെച്ചിട്ട് ദൈവിക ആലോചനയ്ക്ക് പരിപൂർണമായി സമർപ്പിക്കുക. നിശ്ചയമായും അനുഗ്രഹം പ്രാപിക്കും. ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളും ഈ നിലയിൽ ദൈവവചനത്തിന് ചുമൽ കൊടുത്ത് അതതുപോലെ അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.